മരണത്തെ തോൽപ്പിച്ച് സൂര്യനും ചന്ദ്രനുമായി മാറിയ ഇരട്ട സഹോദരങ്ങളുടെ മായൻ ഇതിഹാസമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പണ്ടുകാലത്ത് മരണത്തിന്റെ ദേവതമാർ വസിച്ചിരുന്ന പാതാളത്തിലെ ഇടത്തിന് സിബാൽബ എന്നായിരുന്നു പേര്. അവിടെ വസിച്ചിരുന്ന മരണത്തിന്റെ പ്രഭുക്കൾക്ക് പലതരം കളികളോടായിരുന്നു താല്പര്യം. ആൾക്കാരെ പറ്റിക്കുക, അവഗണിക്കുക, അപമാനിക്കുക, ഇതെല്ലാം കളികളാക്കി മാറ്റി ആർത്തുല്ലസിച്ച് രസിക്കുക, ഇതായിരുന്നു ഇവരുടെ സ്ഥിര വിനോദം. എന്നാൽ ഉയരെ പ്രകാശത്തിന്റെ ലോകത്ത് ഹുൻ ഹുനാപ്പു, ബോക്കോബു ഹുനാപ്പു എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ ജീവിച്ചിരുന്നു. ഇവർ പന്ത് കളിയിൽ വളരെ വിദഗ്ധരായ രണ്ടുപേരായിരുന്നു. പലതരം പന്ത് കളികളിൽ കൂടെ ഏർപ്പെട്ട് ഇവർ പന്തുകളി നടത്തുന്ന ആ ശബ്ദം ഒടുവിൽ പാതാളത്തിലേക്ക് എത്തിച്ചേരുന്നു. പാതാളത്തിലെ മരണത്തിന്റെ ദേവതമാർ പ്രകാശത്തിന്റെ ലോകത്ത് നിന്നുള്ള ഈ സഹോദരന്മാരുടെ പന്തുകളിയുടെ ശബ്ദം കേട്ട് അവരെ പാതാള ലോകത്തിലേക്ക് ഒരു സൗഹൃദ മത്സരത്തിനായി ക്ഷണിക്കുന്നു. ഈ പാതാളത്തെ ലോകത്തിലേക്ക് എത്തിയ ഈ സഹോദരന്മാരെ ഇവർ കെണിയിൽപ്പെടുത്തി എല്ലാ മത്സരങ്ങളിലും തോൽപ്പിക്കുകയും ഒടുവിൽ ഇവർ രണ്ടുപേരുടെയും തലകൾ വെട്ടി ഒരു ബാൾ കോർട്ടിനടിയിൽ കുഴിച്ചിടുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം ഇതിൽ ഹുൻ ഹുനാപ്പു എന്ന് പറയുന്ന സഹോദരന്റെ തലോട്ടിയെടുത്ത് ഇവർ ഒരു കലബാഷ് മരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കി. അതുവഴി നടന്നുപോയ എക്സ്ക്യുക് എന്ന പേരായ ഒരു കന്യക ഈ തലയോടിനോട് സംസാരിക്കുകയും ഈ തലയോട്ടി അവളുടെ പുറത്തേക്ക് തുപ്പുകയും ചെയ്തു. അതോടുകൂടി അവൾ ഗർഭവതിയാവുകയും ഇരട്ട കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനിച്ച ഇരട്ട സഹോദരങ്ങളുടെ പേര് ഹുനാപ്പു എസ് ബാൻക്യു എന്നായിരുന്നു. ഇവരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ മികച്ച പന്തുകളിക്കാരായി മാറുകയും ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഈ മരണത്തിന്റെ ദേവതമാർ പാതാള ലോക നിവാസികളെ അറിയുകയും ഇവരെ ഈ മത്സരത്തിനായി പാതാളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അമ്മയിൽ നിന്ന് തങ്ങളുടെ പിതാക്കന്മാർക്ക് സംഭവിച്ച ദുരന്തം അറിഞ്ഞിരുന്ന ഇവർ പാതാളത്തിൽ ചെന്ന് ഈ പാതാള ലോകത്തിലെ മരണദേവന്മാരുടെ എല്ലാ കൗശലങ്ങളെയും പൊളിച്ച് പരാജയപ്പെടുത്തുന്നു. ഒടുവിൽ ഇവരെ ബാൾ കോർട്ടിലേക്ക് അവരുടെ മത്സരത്തിന് ക്ഷണിക്കുകയും ഈ രണ്ട് സഹോദരന്മാർ അവരുടെ ശരീരം വിട്ട് പ്രകാശമുള്ള മറ്റ് ജീവികളായി മാറുന്ന ഒരു കളി കാണിക്കുകയും ഇത് കണ്ട് പാതാളത്തിലെ മരണദേവന്മാർ ഞെട്ടുകയും ചെയ്തു. ഒരിക്കൽ കൂടി ഇതേ പ്രക്രിയ ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ഈ കളികൾക്കിടയിൽ ഈ രണ്ട് കുട്ടികളെയും അവർ കൊന്നുകളയുകയും ചെയ്യുന്നു. എന്നാൽ ഈ രണ്ട് കുട്ടികളെയും വീണ്ടും പ്രകാശത്തിന്റെ ദേവതകളായി ഉയർത്തെഴുന്നേൽക്കുകയും അവർ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുകയും സൂര്യനും ചന്ദ്രനുമായി മാറി പാതാള ലോകത്തിലുള്ള ഈ മരണത്തിന്റെ ദേവതമാരെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ മായൻ ഇതിഹാസം പറയുന്നത്.